എൻ്റെ പേര് യൂസഫ് എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ജസീന, കൊച്ചിൻ്റെ പേര് ലാമിയ എന്നാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഇരിക്കാനുള്ള കാരണം, ഞങ്ങൾ ലക്ഷദ്വീപ് അമിനി ദ്വീപിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്. അപ്പോൾ കൊച്ചിന് ഇങ്ങനെ പെട്ടെന്നൊരു പനി പോലെ ആയിട്ട് രാവിലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫിക്സായിട്ട് അവിടുന്ന് നേരെ കവരത്തിയിലേക്ക് കൊണ്ടുപോയി. കവരത്തിയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും 5 മണിയായി വൈകുന്നേരം. അപ്പോൾ അവിടുന്ന് ഓക്സിജൻ ഒന്നും കിട്ടാണ്ടാണ് ഇവിടെ ഇവരെ ഈ ഹോസ്പിറ്റൽ വരെ എത്തിയത്. PVS ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ 17 ദിവസം ICUയിൽ ഓക്സിജൻ കൊടുത്ത് വെച്ച് അവിടുന്ന് പിന്നെ 25 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്താ നിങ്ങളോട് സംസാരിച്ചത്? ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ കൊച്ചിന് സംസാരശേഷിയില്ല, തളർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അത് ഫിസിയോതെറാപ്പി ടീച്ചിങ് ഒക്കെ ചെയ്ത് കിട്ടണമെങ്കിൽ 1 വർഷം എടുക്കുമെന്ന് പറഞ്ഞ്, സംസാരശേഷിയൊക്കെ വരണമെങ്കിൽ. അതിനുള്ള കാരണം, അങ്ങനെ ആകാനുള്ള കാരണം ഈ പനിയുടെ ആണോ അത് ചികിത്സയുടെ ആണെന്നാണോ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത്? ഈ ഇവിടെയുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് അവിടുത്തെ ചികിത്സയുടെ കുഴപ്പം കൊണ്ടാണോ? അവിടുത്തെ കുഴപ്പം കൊണ്ടാണ്. അവിടുന്ന് ഇവിടെ എത്തുമ്പോൾ ഓക്സിജൻ കിട്ടാണ്ട് ബ്ലഡ് കോട്ടിങ് ആയതെന്നാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾ പോയത് എന്ത് ഹോസ്പിറ്റലിലാണ് പോയത്? ഞങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഡോക്ടറിനെയൊക്കെ അറിയാവുന്നതാണ്, നേരത്തെ അറിയാവുന്നതാണോ അതോ? നമ്മുടെ നാട്ടിലെ ഡോക്ടർ തന്നെയാണ്. അവര് നിങ്ങൾക്ക് നൽകിയ വിശദീകരണം എന്തുവാ? ഈ കുഞ്ഞിന്റെ അസുഖത്തെ പറ്റി എന്തെങ്കിലും വിശദീകരണം നൽകി? അല്ല, അവർക്ക് പ്രത്യേകിച്ചൊന്നും അവര് പറഞ്ഞില്ല. ഒരു സീരിയസ് ആയിട്ട് ചെന്നപ്പോ അവര് അവിടുന്ന് കവരത്തിയിലേക്ക്, കവരത്തിയില് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റല്. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞ് ഇവിടെ ശരിയാവില്ല, അപ്പൊ കൊച്ചിനൊന്ന് കരയിലെത്തിക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന്. പക്ഷെ അവിടെ ഇരുത്തി അവിടെ ഒരു 2 മണിക്കൂർ അവര് അവിടെ സംവിധാനമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് കൊച്ചിനൊന്ന് കരയിലെത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വൈകുന്നേരം ഹെലികോപ്റ്ററിൽ അവിടെ 2 മണിക്കൂർ കിടത്തി. പക്ഷെ ഓക്സിജൻ ഒന്നും കൊടുത്തില്ല കവരത്തി. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം 5:15. അപ്പൊ അപ്പോഴേക്കും ക്രിട്ടിക്കലായി. അതറിയില്ല. ഈ ഡോക്ടർ പറയുന്നത് 1 വർഷം എടുക്കും. പിന്നെ ഡിസ്ചാർജ് ആയപ്പോൾ അവർ പറയുന്നത് പിന്നെ പുറത്ത് നിന്നിട്ട് ഫിസിയോതെറാപ്പി പിന്നെ സ്പീച്ചിങ്ങിൻ്റെ ഒക്കെ ചെയ്യണം, പിന്നെ അത് 1 വർഷമൊക്കെ എടുക്കും, പതുക്കെയല്ലാതെ ശരിയായി വരില്ല എന്നൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് റൂം എടുത്ത് പുറത്ത് നിന്നു. അപ്പൊ നമ്മുടെ PVSലെ ഡോക്ടർമാർ എന്തെങ്കിലും നിങ്ങൾക്ക് റെഫറൻസ് തന്നു? ഇന്നടത്ത് പോകണമെന്നോ, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉണ്ടാകുമെന്നോ അവർ റെഫറൻസ് തന്നിരുന്നോ? എന്ത് ചെയ്താൽ? സ്പീച്ചിങ്ങിന് അവർ ലെറ്റർ തന്നിരുന്നു. അപ്പൊ ഞങ്ങള് 2-3 ദിവസം പോയി. ഇങ്ങനെ അവര് സംസാരിക്കാൻ നോക്കിയതല്ലാതെ വേറൊന്നും പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ചേച്ചി വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു കടവന്ത്ര ജോൺസൺ വൈദ്യരുണ്ട്, അപ്പൊ ചേച്ചി തന്നെയാണ്. ചേച്ചിയെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറാണ്, വൈദ്യരാണ്. മുട്ടുവേദനക്ക് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. പൂർണ്ണമായിട്ടും ഭേദമാണ്. ഞങ്ങൾ അവിടെ പറഞ്ഞു ഇങ്ങനെ ഡോക്ടറായിട്ട് ഫോൺ നമ്പർ തന്നിട്ട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു, കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ഡോക്ടർ വന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നു. അപ്പോൾ വന്നിട്ട് കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു അന്ന് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലുണ്ട്, പനി മാറിയപ്പോൾ പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞു. സംസാരം പിന്നെ തളർന്നു കിടക്കുകയാണെന്നില്ല, അപ്പൊ അനക്കയില്ലാതെ നമ്മളവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പൊ ഒരു 8-9 ദിവസം ആയപ്പോൾ ശരിക്കൊന്ന് നടക്കാനൊക്കെ തുടങ്ങി, പിന്നെ സംസാരം വന്നു തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു 4 ദിവസം മുമ്പ് കൊച്ചിന് ഞങ്ങൾക്ക് പഴയ രൂപത്തിലേക്ക് കാണാൻ പറ്റി. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്നേ? അല്ലല്ല, ഞങ്ങൾ പുറത്ത് റൂം എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് പിന്നെ ചികിത്സ തുടങ്ങുന്നത് ഡോക്ടർ വന്നിട്ട്. അപ്പൊ ഇപ്പൊ ഈ നിലയിലെത്തിച്ച് ഇപ്പൊ പഴയ നിലയിലേക്ക് വന്നു. ഒരു വർഷത്തെ
ഉള്ളില ശരിയാവുകയുള്ളൂ. പതുക്കെ 1 വർഷം എടുക്കാന്നാ പറഞ്ഞത്. പതുക്കെ പതുക്കെ 1 വർഷമൊക്കെ എടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ജോൺസൺ വൈദ്യർ വന്നിട്ട് ഗ്യാരണ്ടി പറഞ്ഞു, ഞാനൊരു 15 ദിവസത്തിനുള്ളിൽ കൊച്ചിനെ നടത്തിച്ച് സംസാരിച്ചു തരാമെന്ന് പറഞ്ഞു. പറഞ്ഞതിൽ ഒരു 4 ദിവസം മുമ്പ് കൊച്ച് പഴയ കണ്ടീഷനിലേക്ക് വന്നു. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായി. ഈ ഒരു ഡോക്ടറാ നിങ്ങളോട് പറഞ്ഞല്ലേ? പ്രത്യേകിച്ച് അവര് ഈ ടെക്നിക്കലി പഠിച്ചു വരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാ. ഇപ്പൊ അവരെ പറ്റി നിങ്ങൾക്ക് നിങ്ങളിപ്പോ അവിടെ ചികിത്സിക്കുന്ന ആൾക്കാരാണ് കൊച്ചിനെ ഇപ്പൊ അവിടെ നേരത്തെ തന്നെ ഒരു ഇവിടുത്തെ കാര്യമല്ലേ ചോദിച്ചത്? ലക്ഷദ്വീപിലെ കാര്യമായി ചോദിക്കുന്നത്. നിങ്ങൾ കാര്യം നിങ്ങൾക്ക് ഈ നാട്ടിൽ വരാനുള്ള അവൈലബിലിറ്റി വളരെ കുറവായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അത് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പം അത്തരം അവര് നിങ്ങൾക്ക് ചെയ്ത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാര്യം ടെക്നിക്കലി നമുക്കറിയില്ല. മറ്റു പലർക്കും ഇതൊരു പ്രശ്നമാണ്. പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളിപ്പോ 2 മാസം ഇവിടെ വന്നിട്ട് ഒരുപാട് രോഗികൾ ഇതിനേക്കാളും ക്രിട്ടിക്കലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്, കാരണം അവര് ഒഴിവാക്കി വിടുന്നതാണ് അവിടുന്ന്. അവർക്ക് അറിയാത്തത് എന്താണെന്നറിയില്ല. അവരിങ്ങനെ ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴേക്കും മരണമില്ലാണ്. ഇവിടെ വന്നിട്ട് മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ആൾക്കാർ ഇതിനെ പറ്റി വല്ല സ്റ്റഡി നടത്തുമോ? അല്ലെങ്കിൽ ചാനലുകാരോ മാധ്യമ പ്രവർത്തകരോ? ഒന്നുമില്ല അവിടെ. ഇല്ല, ഇത് ഒത്തിരി പേരുടെ അനുഭവമാണ് അല്ലേ? ഒത്തിരി പേരുടെ അനുഭവമാണ്. ഒരുപാട് ഇതിനേക്കാളും ക്രിട്ടിക്കൽ രോഗികളൊക്കെ അവിടുന്ന് കയറ്റി വിടുന്നത് അവര് കൈവഴിയുന്ന മാതിരിയാണ്. ഓക്സിജൻ ഒന്നും കൊടുക്കാണ്ട്. നിങ്ങൾക്ക് ഈ കിട്ടിയതിനെ പറ്റി വൈദ്യരെ പറ്റി ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? വൈദ്യര് ഞങ്ങള് ഇപ്പൊ വൈദ്യര് വന്ന് ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്. നമ്മള് കാണപ്പെട്ട ഒരു ദൈവമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം അവര് പറഞ്ഞതിലും ഒരു 8 ദിവസം കൊണ്ട് കൊച്ചിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഞങ്ങള് ഒരു എന്താ പറയാ, ഒരു ദൈവം കാണപ്പെടുന്ന ഒരു ദൈവമായിട്ടാണ് ഞങ്ങള്. ഞാന് ദ്വീപില് നാട്ടില് പണി, ഞാൻ വീട് പണിയൊക്കെ എടുക്കുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര രൂപ ചെലവായി കാണും? ഇപ്പൊ ഒരു 3.5 ലക്ഷം രൂപ ചെലവായി കാണും. ഇതിനു വേണ്ടി മാത്രം. ഞാൻ ചോദിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ വരെയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിനല്ല, മൊത്തത്തില് ഒരു 3.5-4 ലക്ഷം രൂപ ഒക്കെ ആയി കാണും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്തുവാ? അല്ല, ഞങ്ങളെ വിശ്വാസം ഇനിയിപ്പോ ആയാലും ജോൺസന്റെ ആ ട്രീറ്റ്മെന്റ് കാരണം ഞങ്ങളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും കൊച്ചിനെ. ശരിയാണ്.